നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന സ്വാഗതം. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് 13 പേർ മരണമടഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് ഇതുവരെയായി 13 പേർ മരണമടഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിഷബാധയേറ്റ് ഇതുവരെയായി 63 പേർ ചികിത്സയിൽ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മരണമടഞ്ഞവരിൽ മുഴുവൻ പേരും ഏഷ്യക്കാരാണ്. 31 പേർ വെന്റിലേറ്ററുകൾ കഴിയുകയാണ്. 51 പേർക്ക് അടിയന്തര ഡയാലിസിസ് ആവശ്യമായി വന്നു. 21 പേർക്ക് സ്ഥിരമായ അന്ധതയോ കാഴ്ചക്കുറവോ ഉണ്ടായതായും അധികൃതർ വ്യക്തമാക്കി. വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചു. മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് എംബസിയുമായി ബന്ധപ്പെടുന്നതിന് 655-01-587 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചതായി ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംഭവം എംബസിയുടെ ശ്രദ്ധയിൽപ്പെട്ടയുടനെ ഇന്ത്യൻ സ്ഥാനപതിയും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിക്കുകയും ശരിയായ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട ആശുപത്രികളുമായും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായും നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. സൗദിയിൽ തൊഴിലാളികളുടെ ശമ്പളം വൈകിയാൽ തൊഴിലുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ്. ശമ്പളം 20 ദിവസം വൈകിയാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. 3 മാസം വൈകിയാൽ തൊഴിലാളിക്ക് പുതിയ ജോലി കണ്ടെത്താമെന്നും അധികൃതർ. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ബാങ്ക് വഴി ശമ്പളം നൽകണമെന്നാണ് സൗദിയിലെ സ്വകാര്യ കമ്പനികൾക്ക് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ശമ്പള വിതരണം ഓൺലൈൻ വഴി നിരീക്ഷിക്കാൻ സൗകര്യമുണ്ട്. ശമ്പളം വൈകാൻ കാരണമുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ മന്ത്രാലയത്തെ അറിയിക്കണം. ഈ കാരണം സ്വീകരിക്കാനോ നിഷേധിക്കാനോ 3 ദിവസത്തെ സാവകാശം തൊഴിലാളികൾക്ക് നൽകും. ഇതിനകം തൊഴിലാളി പ്രതികരിച്ചില്ലെങ്കിൽ കമ്പനിയുടെ ന്യായീകരണം മന്ത്രാലയം അംഗീകരിക്കും. ശമ്പളം വിതരണം ചെയ്ത ഡോക്യുമെന്റ് കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിൽ മന്ത്രാലയത്തിന്റെ മുതദ് പ്ലാറ്റ്ഫോമിൽ നിന്നും സ്ഥാപനങ്ങൾക്ക് ഇമെയിൽ അയക്കും. 10 ദിവസത്തിനു ശേഷം റിമൈൻഡറും അയക്കും. 15 ദിവസമായാൽ മുന്നറിയിപ്പ് നോട്ടീസ് നൽകും. 20 ദിവസത്തിന് ശേഷവും മറുപടി നൽകാതിരുന്നാൽ മന്ത്രാലയം പ്രതിനിധികൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സന്ദർശിച്ച് കാരണം അന്വേഷിക്കും. ശമ്പളം 2 മാസം വൈകിയാൽ വർക്ക് പെർമിറ്റ് നൽകലും പുതുക്കലും ഒഴികെയുള്ള എല്ലാ സർക്കാർ സേവനങ്ങളും നിർത്തിവെക്കും. 3 മാസം വൈകിയാൽ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കും. കൂടാതെ കമ്പനിയുടെ അനുമതിയില്ലാതെ തൊഴിലാളിക്ക് പുതിയ ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാനുള്ള അവസരം നൽകുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ UAE പുതുചരിത്രം. 5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് സങ്കീർണമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. അബുദാബി ബുർജയിൽ മെഡിക്കൽ സിറ്റിയിലായിരുന്നു ശസ്ത്രക്രിയ. ഇതോടെ UAE ഏറ്റവും പ്രായം കുറഞ്ഞ കരൾ സ്വീകർത്താവായി 5 മാസം പ്രായമുള്ള അഹമ്മദ് യഹ്യ മാറി. 2010-ൽ കരൾ രോഗത്തെ തുടർന്ന് മറ്റൊരു മകനെ നഷ്ടപ്പെട്ട UAE സ്വദേശികളായ യഹ്യയ്ക്കും ഭാര്യയ്ക്കും അഹമ്മദിന്റെ ജനനം പുതിയൊരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിന്റെ കരളിന്റെ എൻസൈമുകളിൽ ഉണ്ടായ വർധനവ് കുടുംബത്തിൽ ആശങ്ക പടർത്തി. ലോകത്തിൽ 25-ൽ താഴെ മാത്രം ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്ലൈക്കോസൈലേഷൻ എന്ന അപൂർവ ജനിതക രോഗമാണ് അഹമ്മദിനെ ബാധിച്ചിട്ടുള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. അധികം വൈകാതെ അഹമ്മദിന്റെ നില മോശമാകാനും തുടങ്ങി. കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു വഴിയില്ല. തുടർന്ന് മലയാളിയായ ഡോക്ടർ ജോൺ സ്റ്റാജി മാത്യു ഉൾപ്പെടുന്ന ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. പിതാവിന്റെ ഇളയ സഹോദരന്റെ ഭാര്യ പകുത്തു നൽകിയ കരൾ അഹമ്മദിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ പിറന്നത് UAEയുടെ മെഡിക്കൽ ചരിത്രത്തിലെ അപൂർവ വിജയഗാഥ. ഇതോടെ UAEയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കരൾ സ്വീകർത്താവായി 5 മാസ പ്രായമുള്ള അഹമ്മദ് യഹ്യ മാറി. നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് 12 മണിക്കൂർ കൊണ്ട് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതെന്ന് ഡോക്ടർ ജോൺ സ്റ്റാജി മാത്യു പറഞ്ഞു. അഹമ്മദിൻ്റെ ആണ്ട് കെയിം ഫോർവേഡ്. ഒരു ഡോണറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അഹമ്മദ് ഒരു 4.5 കിലോ മാത്രമേ വെയിറ്റ് ഉള്ളൂ. അപ്പം അഹമ്മദിൽ ഒരു ചെറിയൊരു സെഗ്മെന്റ് ഓഫ് ലിവറാണ് നമ്മൾ വെക്കുന്നത്. വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ബ്ലഡ് വെസൽസ് എല്ലാം ജോയിൻ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആ ബ്ലഡ് വെസലിൻ്റെ സൈസ് ഓൾമോസ്റ്റ് ഒരു മാച്ച് സ്റ്റിക്ക് തീപ്പെട്ടിക്കുള്ളിയുടെ സൈസ് മാത്രമേ കാണത്തുള്ളൂ. ഒരു 12-15 മണിക്കൂർ എടുക്കുന്ന സർജറി കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഓപ്പറേഷൻ. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർ രാമമൂർത്തി ഭാസ്കരൻ, ഡോക്ടർ ജോർജ് ജേക്കബ്, ഡോക്ടർ S അൻഷു, ഡോക്ടർ കേശവ രാമകൃഷ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. 24 ദുബായ്.
ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും രുചിപ്പെരുമയും വിളിച്ചോതി ഇന്ത്യ ഉത്സവന് മിഡിൽ ഈസ്റ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ തുടക്കമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ചാണ് പരിപാടി. യുഎയിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ ഇന്ത്യ ഉത്സവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഉത്സവം നടക്കുന്നത്. ഗ്രോസറി, പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, സ്പൈസസ്, റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഇന്ത്യ ഉത്സവന്റെ ഭാഗമായി രാജ്യത്തെ ലുലു സ്റ്റോറുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി, ഇന്ത്യൻ എംബസി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൌൺസിലർ രോഹിത് മിശ്ര, എക്കണോമിക് അഫയേഴ്സ് ഫസ്റ്റ് സെക്രട്ടറി ധർമ്മസിംഗ് മീണ എന്നിവരുടെ സാന്നിധ്യത്തിൽ യുഎയിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ ഇന്ത്യ ഉത്സവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യമാർന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മികവ് ലോകത്തെ കൂടുതൽ അറിയിക്കുന്നതിൽ ലുലുവും എം.എ. യൂസഫ് അലിയും വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണെന്ന് യുഎയിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ അടക്കം കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ പ്രവർത്തനമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയാണ് ലുലു ലഭ്യമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമഗ്ര വികസനത്തിനൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നുണ്ടെന്നും സഞ്ജയ് സുധീർ കൂട്ടിച്ചേർത്തു. വൈവിധ്യമാർന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ലഭ്യമാക്കുകയാണ് ലുലുവെന്നും ഇന്ത്യ ഉത്സവിലൂടെ വിപുലമായ ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി പറഞ്ഞു. ലുലു സിഇഒ സൈഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം.എ., ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം ബി.ഐ., മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ, ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് എ.വി. തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്. അമേരിക്കയുടെ ചുങ്കപ്രഹരത്തിന് പിന്നാലെ റഷ്യയും ചൈനയുമായി ചർച്ചകൾക്ക് ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം 20 റഷ്യയിലെത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും. അടുത്ത മാസം ന്യൂയോർക്കിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. എന്നാൽ വിവാദങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. ഇത്രയൊക്കെ സഹായിച്ചതിന് നന്ദി എന്നായിരുന്നു മാധ്യമങ്ങളോട് സുരേഷ് ഗോപിയുടെ പരിഹാസ മറുപടി. കേന്ദ്രമന്ത്രിയെ പിന്തുണച്ച് BJP നേതാക്കൾ രംഗത്ത് വന്നു. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉയർന്ന ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. നമുക്ക് കാണാം. ആരോപണങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് CPI-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ വീട്ടുകാർ, കുടുംബക്കാർ, RSകാർ, BJPക്കാർ അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട്. നാളുകളിൽ വന്ന വാർത്ത. രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി BJP നേതാക്കൾ രംഗത്തെത്തി. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ച CPM പ്രവർത്തകന്റെ നടപടിക്കെതിരെ BJP കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലും കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത 23-കാരിയുടെ വീട്ടിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി. 24 തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉടൻ കേസെടുക്കില്ല. പരാതിയിൽ നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. തൃശൂരിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് LDF-ഉം ക്രമക്കേട് തെളിയിക്കുമെന്ന് UDF-ഉം പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള TN പ്രതാപന്റെ പരാതി. ഇതിനാൽ പരാതിയിൽ തിടുക്കപ്പെട്ട കേസെടുക്കേണ്ടെന്നാണ് ADGP തലത്തിലെ വിലയിരുത്തൽ. തൃശൂരിൽ BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തതിന്റെ തെളിവ് പുറത്തുവന്നു. എന്നാൽ തൃശൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് V ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ക്രമക്കേട് തെളിയിക്കുമെന്നും LDF-ഉം UDF-ഉം. 10,000-കണക്കിന് വോട്ടുകൾ BJPയുടെ കേഡർമാരുടെ വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വ്യാപകമായി ഓർഗനൈസ്ഡായി RSSന്റെയും BJPയുടെയും സംഘടനാ സംവിധാനങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷന്റെ പരിപൂർണമായ ഒത്താശയോടും കൂടി ഇലക്ഷൻ നിയമത്തിന്റെ റൂളുകളെയെല്ലാം കാറ്റിൽ പറത്തി ഈ നിയമങ്ങളെയെല്ലാം നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് വളരെ വ്യാപകമായി ഇപ്പോൾ 10,000-കണക്കിന് വോട്ടുകൾ
അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂരുള്ളവർ വോട്ട് ചെയ്തിട്ടല്ല അദ്ദേഹം ജയിച്ചത്. തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ്. ഈ മുഴുവൻ വോട്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ചേർത്താണ്. അത് ഞങ്ങൾ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഞങ്ങൾക്ക് BJPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആരോപണങ്ങൾ നാടകമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വെടിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. അതേസമയം ഇന്നലെയുണ്ടായ CPIM BJP സംഘർഷത്തിൽ 70 പേർക്കെതിരെ കേസെടുത്തു. 24 തൃശൂർ. തദ്ദേശ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണവുമായി UDFും BJPയും കോഴിക്കോട് കോർപ്പറേഷനിലെ മാറാടിൽ ഒരു കെട്ടിട നമ്പറിൽ 327 വോട്ടർമാരെ ചേർത്തുമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. തിരുവനന്തപുരത്ത് ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഉയർത്തി BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടന്നെന്ന ആരോപണമുയരുന്നത്. CPIMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിന്റെയും BJPയുടേതും. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേടാണ് മുസ്ലിം ലീഗ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന നേതാക്കൾ. 327 വോട്ടുകളാണ് ഒരൊറ്റ ബിൽഡിംഗ് നമ്പർ, റൂം നമ്പറിൽ ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരേ വോട്ടർ ഐഡിയിൽ പല പേരുള്ളതായി കണ്ടെന്ന് BJPയുടെ ആരോപണം. ക്രമക്കേട് സംബന്ധിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വാർഡ് വിഭജനത്തിന് ശേഷം വോട്ടർമാരുടെ എണ്ണം കൂടിയെന്ന ആരോപണമുയരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പ്രക്രിയ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. 24 തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ വോട്ടർമാർക്കൊപ്പം ചായ സൽക്കാരം നടത്തി രാഹുൽ ഗാന്ധി. മരിച്ചവർക്കൊപ്പം ചായ കുടിക്കാൻ അവസരം തന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി എന്ന് രാഹുലിന്റെ പരിഹാസം. ബീഹാറിൽ നിന്നുള്ള 7 പേർക്കൊപ്പമായിരുന്നു രാഹുലിന്റെ ചായ സൽക്കാരം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചെന്ന് രേഖപ്പെടുത്തിയ 7 വോട്ടർമാർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി ഇന്ന് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. ജീവിതത്തിൽ രസമുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മരിച്ചവർക്കൊപ്പം ഇരുന്നൊരു ചായ സൽക്കാരം ഇതാദ്യമായാണെന്ന് രാഹുൽ ഗാന്ധി. वोटर लिस्ट चेक किया गया सर, पता चला कि नाम ही नहीं है इसमें। और फिर आपने चेक किया, नाम क्यों नहीं है? पता लगा कि भैया मर गए, मार दिया, मैं इलेक्शन कमीशन ने मार दिया जी। आपको क्या लगता है, आप जैसे कितने लोग हैं? सर एक पंचायत में मिनिमम सर 50 लोग. ഇങ്ങനെ ഒരു അനുഭവം തന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദിയെന്ന് സത്കാരത്തിന്റെ വീഡിയോ അടക്കം പങ്കുവച്ച രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ കുറിച്ചു. രാമിക്ബാൽ റേ, ഹരേന്ദർ റേ, ലാൽമുനി ദേവി, വാച്ചിയ ദേവി, ലാൽവതി ദേവി, പൂനം കുമാരി, മുന്ന കുമാർ എന്നീ 7 വോട്ടർമാരും തേജസ്വി യാദവിന്റെ മണ്ഡലമായ രാഘോപൂരിൽ നിന്നുള്ളവരാണ്. വോട്ടവകാശം തിരികെ ലഭിക്കുന്നതിനായി സുപ്രീം കോടതിയിൽ ഹാജരായതായും സംഘം രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. 24 ഡൽഹി. വോട്ടർ പട്ടിക ക്രമക്കേടിൽ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ഗുരുതര ആരോപണവുമായി BJP. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന ആരോപണം. വയനാട്ടിൽ കള്ളവോട്ട് നടന്നുവെന്ന് BJP നേതാവ് അനുരാഗ് സിംഗ് ഠാക്കൂർ ആരോപിച്ചു. BJPയുടെ ആരോപണങ്ങൾ വയനാട്ടിൽ വിലപ്പോകില്ല എന്ന് T. സിദ്ദിഖ് MLAയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കാണ് BJPയുടെ മറുപടി. 1983 സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. എന്നാൽ 1980 വോട്ടർ പട്ടികയിൽ പേരെങ്ങനെ വന്നുവെന്നും തെളിവുകൾ പുറത്തുവിട്ട് BJP IT സെൽ അധ്യക്ഷൻ അമിത് മാളവ്യ ചോദിച്ചു. വയനാട് മണ്ഡലത്തിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നായിരുന്നു BJP നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നു. 52 വോട്ടർമാർക്ക് ഒരേ മേൽവിലാസമാണെന്നും ആരോപണം. वायनाड में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं, 17,450 फेक एड्रेस के साथ हैं, 4,246 मिक्स्ड हाउस होल्ड है और 51,365 वोटर मास एडिशन में हुए. BJPയുടെ ആരോപണങ്ങൾ തള്ളി T. സിദ്ദിഖ് MLA. എല്ലാ അഭ്യാസവും BJP നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയുന്നു. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ ആരോപണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വോട്ട് ക്രമക്കേടിൽ കോൺഗ്രസ് പ്രചാരണ വീഡിയോ പുറത്തിറക്കി.
ओ भैया जी कहाँ जा रहे हो? वोट डालने। क्या नाम है? गरीबदास। गरीबदास तो ही का नाम है और ये वोट डाल चुका है। घर जाओ। पर बेटा വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ വോട്ടുകൾ ചെയ്തു മടങ്ങുന്നതാണ് വീഡിയോയിലുള്ളത്. 24 ഡൽഹി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുന്നു. തിരിച്ചറിയൽ രേഖകളുടെ എണ്ണം കൂടുന്നത് വോട്ടർ സൗഹൃദമല്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. കരട് പട്ടികയിൽ ഒരേ വീട്ടുവിലാസത്തിൽ 240 പേരുണ്ടെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. പൌരത്വം തീരുമാനിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്നും ഹർജിക്കാർ വാദിച്ചു. ഹർജികളിൽ ഇന്നത്തേക്ക് വാദം പൂർത്തിയായി. ഹർജിക്കാരുടെ വാദം പൂർത്തിയാകുന്നതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദം ഉന്നയിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് നിലപാട് അറിയിക്കാൻ അവസാന അവസരം നൽകി ഹൈക്കോടതി. സെപ്റ്റംബർ 10-നകം നിലപാട് അറിയിക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ തീരുമാനം വൈകുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ദുരന്തബാധിതർ. ദുരന്ത നിവാരണ ചട്ടം ഭേദഗതി വരുത്തിയതിനാൽ വായ്പ എഴുതിത്തള്ളാനുള്ള അധികാരം തങ്ങൾക്കില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആദ്യ വാദം. പിന്നാലെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിനില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരമെന്നും ഹൈക്കോടതി ചോദിച്ചു. കൃത്യമായ നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടിയായില്ല. ഈ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബർ 10-നുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി അവസാന അവസരം അനുവദിച്ചത്. കോടതിയുടെ ഇടപെടലിൽ ദുരന്തബാധിതർ പ്രതീക്ഷ പങ്കുവച്ചു. കോടതി ഇത്ര തവണ പലതവണ ആയിട്ട് കോടതി വരെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ. എന്നിട്ടും കേന്ദ്രത്തിന് അത് കൊടുക്കാനൊരു പ്രയാസം എന്താണെന്ന് നമ്മളോട് ഒരു പ്രത്യേക വൈരാഗ്യമുള്ള പോലെയാണ് ഈ കേന്ദ്രത്തിൻ്റെ ഈ നിലപാട്. ഞങ്ങളോട് അനുഭവപൂർവ്വമായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് നീതി തരണമെന്നാണ് പറയാനുള്ളത്. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് കോടതിയുടെ നിലപാട്. മുൻപ് ഇതേ വിഷയം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. പക്ഷേ ഇതുവരെ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. 24 കൊച്ചി. CMRL SFIO കേസിൽ BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന് തിരിച്ചടി. SFIO അന്വേഷണ റിപ്പോർട്ടിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. രേഖകൾ കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് CMRലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. CMRL മാസപ്പടി കേസിൽ നിർണായകമായ 777 പേജുള്ള ഡയറി, 3400 എൻട്രികൾ തുടങ്ങിയ രേഖകളാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടത്. നേരത്തെ വിചാരണ കോടതി രേഖകൾ കൈമാറാൻ അനുവദിച്ചെങ്കിലും സാങ്കേതിക തടസ്സത്തെ തുടർന്ന് ലഭ്യമായില്ല. പിന്നാലെയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസിലെ രേഖകൾ കൈമാറണമെന്ന വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട CMRലും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. CMRലിന്റെ വാദം പരിഗണിച്ചാണ് ഷോൺ ജോർജിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയത്. വിചാരണ കോടതിയോട് ഉത്തരവ് പുനഃപരിശോധിക്കാനും ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് VG അരുണിന്റേതാണ് ഉത്തരവ്. CMRL മാസപ്പടി കേസിൽ CBI ED അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരായ പരാമർശത്തിൽ ഉറച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവരെ അവസരവാദികളെന്ന് തന്നെ വിളിക്കുമെന്നാണ് പ്രതികരണം. തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ഒരു വിഭാഗത്തെ മാത്രമാണ് വിമർശിച്ചത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിരൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപതയും കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നിട്ടും അവസരവാദി പരാമർശത്തിൽ നിന്ന് MV ഗോവിന്ദൻ പിന്നോട്ടില്ല. വിഷയത്തിൽ തലശ്ശേരി ബിഷപ്പിനോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് CPIM നേതൃത്വത്തിന്റെ നിലപാട്. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത്. അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ്, ഇന്നും ശരിയാണ്, നാളെയും ശരിയാണ്. വിമർശനം സഭാ നേതൃത്വത്തെ ആകെ ശത്രുവശത്ത് നിർത്തിക്കൊണ്ടെന്ന പ്രചാരണം CPIM തള്ളുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ സഭാ CPIM പോരെന്ന നിലയിൽ വിവാദം തുടർന്നാൽ അത് ഗുണം ചെയ്യില്ലെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. അതിനാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് CPIMന്റെ നിലപാടേയല്ല. എന്നാൽ പംബ്ലാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത്. അത് അവസരവാദം നിലപാടായതുകൊണ്ടാണ്. MV ഗോവിന്ദനെ ഗോവിന്ദചാമിയുമായി താരതമ്യപ്പെടുത്തിയുള്ള പരാമർശത്തിൽ സഭയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് സഭാ നേതൃത്വത്തിന്റെയും തീരുമാനം. 24 കണ്ണൂർ.
വിഭജന ഭീതി ദിനാചരണത്തിൽ വീണ്ടും ഉടക്കി സർക്കാരും ഗവർണറും. കോളേജുകളിൽ ദിനാചരണം നടത്തരുത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. നടത്തണമെന്ന് ഗവർണറുടെ അനുകൂലിക്കുന്ന വൈസ് ചാൻസലർമാരുടെ സർക്കുലർ. വിഭജന ഭീതി ദിനാചരണം നടത്തിയാൽ തടയുമെന്ന് SFIയും KSUവും അറിയിച്ചു. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഓർമ്മ സെമിനാറുകൾ, നാടകങ്ങൾ ഉൾപ്പെടെയായി കോളേജുകളിൽ സംഘടിപ്പിക്കണമെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് നൽകിയ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ കോളേജുകൾക്ക് സർക്കുലർ അയച്ചു. ഗവർണർ പറയുന്ന ദിനാചരണമെന്നും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടപ്പിലാവില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ക്യാമ്പസുകൾ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് DCE മുഖാന്തരവും DTE മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും. ഗവർണർ നൽകിയ ഉത്തരവ് അതേ മട്ടിൽ പാലിക്കണമെന്ന് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയതായി KTU വൈസ് ചാൻസലർ. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശം കൊടുത്തതനുസരിച്ചിട്ട് കോളേജുകളാണ്, അഫിലിയേറ്റഡ് കോളേജുകളാണ് തീരുമാനിക്കുന്നത്. SFIയും KSUയും ഭീതി ദിനാചരണത്തിനെതിരെ രംഗത്തെത്തി. സർവകലാശാലകളിൽ SFI ചാൻസലറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കേരള, കണ്ണൂർ വിസിമാരും കോളേജ് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗം സംബന്ധിച്ച ഉത്തരവിൽ ഭേദഗതി വരുത്തി ഹൈക്കോടതി. ദേശീയപാതയ്ക്ക് സമീപമുള്ളവ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണം. ആർക്ക് എപ്പോൾ വേണമെങ്കിലും പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ തടയാവൂ. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതിനെ നേരത്തെ ഹൈക്കോടതി വിലക്കിയിരുന്നു. ഒരു ഭാഗം ഡീലർമാർ നൽകിയ ഹർജിയിലായിരുന്നു ഉത്തരവ്. ഈ ഇടക്കാല ഉത്തരവിലാണ് ഇപ്പോൾ ഭേദഗതി വരുത്തിയത്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.